ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ പേഴ്സണലായ മെസ്സേജസ് ഇതെല്ലാം തന്നെ നമുക്ക് ലീക്ക് ആകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മെസ്സേജാണ് ഇന്നത്തേത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ വാട്സപ്പിൽ ഇതുപോലെ ഹാക്കിംഗ് എല്ലാം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ ഈസി ആയി തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഡാറ്റാസ് എല്ലാം വാട്സപ്പിലെല്ലാം തന്നെ മറ്റുള്ളവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി ഞാൻ ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഒരു സെറ്റിങ്സ് എല്ലാം കാണിച്ചു തരാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ലിങ്ക്ഡ് ഡിവൈസ് എന്നതിൽ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ താഴത്തായി ആൻഡ്രോയിഡ് 14 എന്ന ഒരു ലിങ്ക്ഡ് ഡിവൈസ് ഇവിടെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു വാട്സപ്പ് ഇത് മറ്റൊരാൾ ഇപ്പോൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇത് മറ്റൊരാൾ ആക്സസ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇവിടെ ലിങ്ക്ഡ് ഡിവൈസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിലെല്ലാം ഇതുപോലെ ലോഗിൻ ചെയ്ത് പിന്നീട് നിങ്ങൾ ലോഗൗട്ട് ചെയ്യാതിരിക്കുമ്പോഴെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് ഈ ലിങ്ക്ഡ് ഡിവൈസ് എല്ലാം വരാം. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ഈ ഒരു ഡിവൈസ് എല്ലാം തന്നെ ആദ്യം തന്നെ ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ലോഗൗട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ലോഗൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വാട്സപ്പ് ഈ ഒരു സ്ക്രീനിലാണ് കാണുക. ഇത്തരത്തിലാണ് നിങ്ങളുടെ വാട്സപ്പ് എല്ലാം വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ലിങ്ക്ഡ് ഡിവൈസ് എന്ന് വന്ന് അതിലേതെങ്കിലും ഡിവൈസ് എല്ലാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാത്ത ഡിവൈസ് എല്ലാം ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് ടാപ്പ് ചെയ്ത് ലോഗൗട്ട് ചെയ്യുക. കാരണം നമ്മുടെ വാട്സപ്പിലേക്ക് ഇതിലേക്ക് മറ്റുള്ളവർക്ക് ആക്സസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വാട്സപ്പിൽ ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും വളരെ ഈസിയായി നിങ്ങളുടെ വാട്സപ്പ് ഇത് ലിങ്ക് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. അപ്പോൾ ഒരു QR കോഡെല്ലാം സ്കാൻ ചെയ്താലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വാട്സപ്പുമായി മറ്റൊരു ഡിവൈസിന് ലിങ്ക് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ, നിങ്ങളുടെ വീട്ടുകാരുടെ, ഫാമിലിയുടെ, അച്ഛൻ്റെ, അമ്മയുടെ, സിസ്റ്ററുടെ, ഇവരുടെ ഫോണിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ലിങ്ക്ഡ് ഡിവൈസ് എന്നത് എപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ഇത്തരത്തിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമെല്ലാം കാണുകയാണെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം മറ്റൊരാൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അത് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി വാട്സപ്പ് യൂസ് ചെയ്യുന്നവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ഒന്നും ഹാക്ക് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ വാട്സപ്പിൽ നമ്മുടെ ഫോൺ നമ്പർ എല്ലാം വച്ച് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എല്ലാം ആഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾക്കൊരു പിൻ നമ്പർ എല്ലാം കൊടുക്കാം. ഇത്തരത്തിൽ ഈ പിൻ നമ്പർ എല്ലാം എൻ്റർ ചെയ്യുന്നത് ഇത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റിയെ ഇത് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാട്സപ്പ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു അപ്ഡേറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നത് പലവിധ മാൾവെയർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ തീർക്കുന്നതിന് വാട്സപ്പ് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് എല്ലാം നൽകാറുണ്ട്. അതിനാൽ തന്നെ നമ്മൾ വാട്സപ്പിൽ എപ്പോഴാണോ നമുക്ക് അപ്ഡേറ്റ് വരുന്നത് ആ ഒരു അപ്ഡേറ്റ് അത് വളരെ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ പഴയ വേർഷൻ എല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഈ വാട്സപ്പ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഹാക്ക് ആകാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വാട്സപ്പിൽ അതുപോലെ എന്ത് തന്നെ പാസ്വേഡ് ആണെങ്കിലും വളരെ ഗസ്സബിൾ ആയ അല്ലെങ്കിൽ വളരെ ഈസി ആയ പാസ്വേഡ് ഒന്നും ഒരിക്കലും കൊടുക്കാതിരിക്കുക. വളരെ സ്ട്രോങ് ആയ ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്, അതുപോലെ നമ്മുടെ ആൽഫബറ്റ്, അതുപോലെ ചിഹ്നങ്ങൾ, ഇങ്ങനെയെല്ലാം തന്നെ മിക്സ് ചെയ്ത് നല്ല സ്ട്രോങ് ആയ പാസ്വേഡ് തന്നെ എപ്പോഴും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരുപാട് പേർക്ക് കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഹായ് എന്നെല്ലാം അയക്കും, നമുക്കറിയാത്ത നമ്പറിൽ നിന്നെല്ലാം ആയിരിക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് പിന്നീട് നിങ്ങൾക്ക് കുറേ ലിങ്ക്സ് എല്ലാം വരാം.
ഇത്തരത്തിൽ നിങ്ങൾ ഇത് എന്താണ് എന്ന്, അതായത് നിങ്ങൾ അൺവാണ്ടഡ് ആയ ആവശ്യമില്ലാത്ത ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്യുന്നത് പലപ്പോഴും ഇത് നമ്മുടെ മൊബൈൽ അതുപോലെ വാട്സപ്പ് എല്ലാം തന്നെ ഹാക്ക് ആകാനെല്ലാം കാരണമാകും. അതിനാൽ തന്നെ അൺവാണ്ടഡ് ആയ ഇത്തരത്തിലുള്ള ഈ ലിങ്ക് ഒന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതുപോലെ വാട്സപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ സെക്യൂരിറ്റി ആയ നമ്മുടെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് റെക്കഗ്നീഷൻ, ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി എല്ലാം അഡീഷണലായി സെറ്റ് ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പിലേക്ക് മറ്റുള്ളവർക്ക് ആക്സസ് ഇതെല്ലാം ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഇങ്ങനെ ആക്സസ് എല്ലാം ലഭിച്ചവർക്ക്, അതായത് ഇത്തരത്തിൽ അഡീഷണൽ സെക്യൂരിറ്റി എല്ലാം ആവശ്യമുള്ളവർക്ക് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വാട്സപ്പിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഒന്നും തന്നെ ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഒരു അഡീഷണൽ വേരിഫിക്കേഷൻ എന്ന രീതിയിൽ ഒരു സെക്യൂരിറ്റി കോഡ് എല്ലാം കൊടുത്ത് നമുക്ക് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് ലോഗിൻ ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു സെക്യൂരിറ്റി കോഡൊന്നും നിങ്ങൾ, അല്ലെങ്കിൽ ഈ വേരിഫിക്കേഷൻ കോഡൊന്നും നിങ്ങൾ ആരുമായും ഷെയർ ചെയ്യാതിരിക്കുക. ഇത്തരത്തിൽ ഇതെല്ലാം ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എല്ലാം തന്നെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇന്നത്തേത്. പലരും ഇത് വളരെ നിസ്സാരമായി എടുക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും ഇത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴെല്ലാമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുക. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്